വെൽക്കം ബാക്ക് ടു ഫോറക്സ് ഗോൾഡ് എക്സ്പേർട്ട്. മൈ നെയിം ഈസ് ധന്യ ജോർജ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇന്ന് ഫോറക്സ് മാർക്കറ്റിൽ ഗോൾഡിന്റെ ഒരു അനാലിസിസ് അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ മാത്രമാണ്. അതായത് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഒരു 9:30 മോർണിംഗ് ഒരു 9:30 വരെയുള്ള മാർക്കറ്റിന്റെ ഒരു മൂവ്മെന്റിന്റെ അനാലിസിസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. മെയിൻലി ഇതൊരു ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ഒരു റെഫറൻസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. ഈ ഒരു വീഡിയോ കണ്ട് ട്രേഡ് ചെയ്ത് ഏതെങ്കിലും തരത്തിലുള്ള ലോസുകളോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് യാതൊരു റെസ്പോൺസിബിലിറ്റിയും ഉണ്ടായിരിക്കുന്നതല്ല. ട്രേഡ് ചെയ്യുന്നത് എപ്പോഴും സ്വന്തം റിസ്കിൽ മാത്രമായിരിക്കണം. അപ്പൊ ഇന്നത്തെ നമുക്കൊരു അനാലിസിസിലേക്ക് പോവാം. ഇന്നലെ നമ്മൾ അനാലിസിസ് വീഡിയോ ഇട്ടിരുന്നു. അതുപോലെ തന്നെയാണ് മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നത്. നല്ല രീതിയിലുള്ള സെല്ലായിരുന്നു മാർക്കറ്റിന് ഉണ്ടായിരുന്നത്. ഏകദേശം രാത്രിയോടുകൂടി 5055 വരെ മാർക്കറ്റ് ഡൗണിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ ഏകദേശം ഒരു ബൈ ഡയറക്ഷൻ ആണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഓവറോൾ മാർക്കറ്റിന്റെ ട്രെൻഡ് എന്ന് പറയുന്നത് സെല്ലാണ്. നിലവിൽ സെല്ല് തന്നെയാണുള്ളത്. ബൈയിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് ഹൈയിലേക്ക് പോയാൽ മാത്രമേ ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് ബൈയിലേക്ക് എത്തുകയുള്ളൂ. പക്ഷെ നമുക്ക് ഇന്നത്തെ ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു മാർക്കറ്റാണ്. മോർണിംഗ് ടൈമിൽ നമുക്കൊരു ബൈ ഡയറക്ഷൻ കാണിച്ചിരുന്നു. കുറച്ച് ബൈ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഒരു ഹയസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 5128 ആണ്. ഇന്നത്തെ ഒരു ലോവസ്റ്റ് പ്രൈസ്, അതായത് മാർക്കറ്റ് ഓപ്പണിംഗ് സമയത്ത് ഏകദേശം 5077-80 റേഞ്ചിലൊക്കെ മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് ആ പ്രൈസിൽ വന്നിരുന്നു. പക്ഷെ വീണ്ടും മാർക്കറ്റ് ആ ഒരു പ്രൈസിലേക്ക് വരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണുള്ളത്. അപ്പൊ ബൈ എടുക്കുന്നത് ഇന്ന് നമുക്ക് വളരെയധികം റിസ്ക് ആണ്. ബൈ നമുക്ക് ഒരു സ്കാൽപ്പിംഗ് ട്രേഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ പോലും വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് സെല്ലിലിരിക്കുമ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ റിജക്ഷൻസ് വരാനുള്ള, നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത സമയത്ത് സെല്ലിനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അപ്പൊ 5128 മുകളിലേക്ക് മാർക്കറ്റ് പോവുകയാണെങ്കിൽ മാത്രമാണ് 5135-42 റേഞ്ചിലേക്കൊക്കെ മാർക്കറ്റ് പോവുക. ഇന്നത്തെ ഒരു ലോവസ്റ്റ് പ്രൈസ് ഈ നിലവിലത്തെ ഒരു ടൈം ഫ്രെയിമിൽ 5104-5103 റേഞ്ചിലേക്കൊക്കെ മാർക്കറ്റ് വന്നിട്ടുണ്ട്. അത് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ 5088, 5070, 5050 റേഞ്ചുകളിലേക്കൊക്കെ മാർക്കറ്റ് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് 5108 ആ റേഞ്ചൊക്കെ നമുക്കൊരു ബൈ എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷെ വളരെ വേഗത്തിൽ ബ്രേക്ക് ആകുന്ന ഒരു സപ്പോർട്ട് ഏരിയ തന്നെയാണ് 5104, 5106, 5108 എന്ന് പറയുന്ന ഏരിയകളൊക്കെ. അവിടെ നിന്ന് നമുക്ക് ബൈ എടുത്ത് ചെറിയ സ്കാൽപ്പ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ചെറിയ രീതിയിലുള്ള പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും വലിയ റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് 5112 ടു 5122 5118, 16, 5122 ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആണ്. അതുപോലെ തന്നെ 5128 വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആണ്. ആ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് ഒരു ഗ്രെയിൻ ക്യാൻഡിൽ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ മാർക്കറ്റ് വീണ്ടും ബൈ സൈഡിലേക്ക് പോവുകയുള്ളൂ. അല്ലെങ്കിൽ കൂടുതൽ മൂവ്മെന്റ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുള്ളത് സെൽ ഡയറക്ഷനിലേക്കാണ്. ബൈ ഓൾമോസ്റ്റ് എൻട്രികൾക്കും അതുപോലെ തന്നെ സെൽ എടുക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു പോകുന്നതായിരിക്കും. അപ്പോൾ ബൈ എടുക്കുമ്പോൾ വളരെയധികം കെയർഫുൾ ആകുക. ബൈ ആയാലും സെല്ലായാലും വളരെയധികം കെയർഫുൾ ആയിരിക്കുക. എസ് എൽ വെച്ചിട്ട് മാത്രം ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇന്ന് നമുക്ക് രണ്ട് ഡയറക്ഷനിലേക്കും ഒരു മൂവ്മെന്റ് ഉണ്ട്. അതായത് സ്കാൽപ്പിംഗ്, അതായത് ഒരു ഇൻട്രാഡേ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഈ ഒരു ടൈമിൽ അത്രയ്ക്ക് ഒരു ലോങ് മൂവ്മെന്റിന്റെ ഡയറക്ഷനിലേക്ക് പോകും എന്ന് നമുക്ക് രാവിലെ തന്നെ പറയാനായിട്ട് സാധിക്കില്ല. പക്ഷെ ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് സെല്ലിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ വലിയൊരു മൂവ്മെന്റ് സെല്ലിലേക്ക് തന്നെ വരുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതായത് ഒരു ഡേ ടൈമിൽ, ഈവനിങ് ടൈമിൽ മാർക്കറ്റിൽ ന്യൂ ഇയർ സെഷനാണ്, ന്യൂസുകളും കാര്യങ്ങളും ഉള്ള ടൈമാണ്. എത്ര രീതി വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ബൈ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് 5078, അതുപോലെ തന്നെ 5080, 82, 88 റേഞ്ചുകളൊക്കെ ഒരു സപ്പോർട്ട് ഏരിയ ആണ്. അവിടെ നിന്ന് ബൈ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റ് എടുക്കാനായിട്ട് സാധിക്കും. 5112, 14, 18 റേഞ്ചുകളിൽ നിങ്ങൾക്ക് സെല്ല് എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം പ്രോഫിറ്റ് നമുക്ക് ലഭിക്കുന്നതാണ്. അതിനും 5055 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് പോയാൽ മാത്രമേ വലിയൊരു രീതിയിലുള്ള സെല്ലിന് സാധ്യതയുള്ളൂ. 5055, 60, 62 റേഞ്ചുകളൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ ആണ്. അവിടെയൊക്കെ നമ്മളൊരു ബൈ ഓർഡർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. നിലവിൽ മാർക്കറ്റ് ഈ ഒരു സമയത്ത് സെല്ലിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഏത് ട്രേഡ് എടുത്താലും
നമ്മൾ കറക്റ്റ് സെൽ കാര്യങ്ങൾ വെച്ചിട്ട് മാത്രം ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വലിയൊരു മൂവ്മെന്റ് സെൽ ഡയറക്ഷനിലേക്ക് ആണ് മൂവ്മെന്റ് ഉണ്ടാവാനുള്ള സാധ്യതകൾ. ട്രെൻഡ് ഏതാണോ നിൽക്കുന്നത് അതിലേക്ക് മാർക്കറ്റ് വളരെ ഫാസ്റ്റ് ആയിട്ട് പോകാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. ബൈ എടുക്കുന്നത് വളരെയധികം റിസ്ക് ഉണ്ട്. അതായത് ഒരു ലോങ് റൺ ചെയ്യുന്ന ആളുകൾക്ക് ഒരു റിസ്ക് ഉണ്ട്. പക്ഷെ നല്ല രീതിയിലുള്ള എൻട്രികളും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് ട്രേഡ് എടുക്കുകയാണെങ്കിൽ ബൈ ആയാലും സെൽ ആയാലും നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് നേടാനായിട്ട് സാധിക്കും. നമ്മുടെ മാർക്കറ്റ് അനാലിസിസ് ചാനലിലാണ് XRUSDയുടെ സിഗ്നൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നത്. രാവിലെ നമ്മളൊരു ബൈ കൊടുക്കുന്നത് ജസ്റ്റ് ഒരു സ്കാൽപ്പിംഗ് ട്രേഡ് മാത്രമായിരുന്നു. അതിനുശേഷം നമ്മൾ ക്ലോസ് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നിലവിലൊരു സെല്ലിലേക്കാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഫ്രീ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്ത് അഡ്മിനെ കോൺടാക്ട് ചെയ്ത് നമ്മുടെ മാർക്കറ്റ് അനാലിസിസ് ചാനലിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ XRUSDയുടെ ട്രെയിനിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്കെല്ലാം അതിൽ കോൺടാക്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.